നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. കളി കഴിഞ്ഞിട്ട് ക്രിസ്ത്യാനോ റൊണാൾഡോ ക്യാമറയെ നോക്കി പറഞ്ഞു, ഐ ആം ബാക്ക്. യെസ്, CR7 പോർച്ചുഗലും തിരിച്ചെത്തിയിരിക്കുന്നു. ആദ്യ കളിയിൽ കോങ്കോയോട് സമനിലയിൽ കുരുങ്ങിയതുകൊണ്ട് തന്നെ ഈ കളിയിൽ ജയം അവർക്ക് അനിവാര്യമായിരുന്നു. ഉസ്ബെക്കിന് മേൽ അവരങ്ങ് ഇടിച്ചുകുത്തി പെയ്തു. ഏകപക്ഷീയമായ 5 ഗോളുകളുടെ ഗംഭീര വിജയം. ക്രിസ്ത്യാനോ റൊണാൾഡോയിൽ നിന്ന് 1 ഗോൾ ആരാധകർ ആഗ്രഹിച്ചിരുന്നു. ഇരട്ട ഗോളുകൾ അദ്ദേഹം ആരാധകർക്ക് സമ്മാനിച്ചിരിക്കുന്നു. കാത്തിരുന്ന ഹാട്രിക്ക് പക്ഷേ അവസാന നിമിഷത്തിലും അവസരമുണ്ടായിട്ടും സംഭവിച്ചില്ല എന്ന് മാത്രം. പക്ഷേ ക്രിസ്ത്യാനോ റൊണാൾഡോയും സംഘവും മികച്ച വിജയം നേടുമ്പോൾ ആരാധകർക്ക് വലിയൊരു ആശ്വാസമാണ്. അടുത്ത കളി കൊളംബിയക്കെതിരെയാണ്. എന്ത് സംഭവിക്കുമെന്ന് കാത്തിരുന്ന് കാണണം. ഈ മത്സരത്തിൽ പോർച്ചുഗലിൻ്റെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ആദ്യ 11-ൽ ജാവോ ഫെലിക്സും ക്രിസ്ത്യാനോ റൊണാൾഡോയും പെഡ്രോ നെറ്റയും ഒരുമിച്ചാണ് അണിനിരന്നത്. മധ്യനിരയിലോ ബ്രൂണോ ഫെർണാണ്ടസും വിറ്റീഞ്ഞയും ജാവോ നവസും. അതായത് കോച്ച് മാറ്റങ്ങൾ വരുത്തിയിരുന്നു. ജാവോ ഫെലിക്സിനെ ഇറക്കി കളി മാറ്റാനുള്ള ശ്രമം അദ്ദേഹം നടത്തി എന്നർത്ഥം. ബെർണാഡോ സിൽവയെ ബെഞ്ചിലിരുത്തിക്കൊണ്ടാണ് ടീം ഇറങ്ങുന്നത്. മറുഭാഗത്ത് എടുത്തു പറയാൻ അബ്ദുൽ ഖാദിർ കുഷാനോവ് മാത്രമാണ് ഉണ്ടായിരുന്നത്. മത്സരത്തിൻ്റെ തുടക്കം മുതൽ പോർച്ചുഗലിന് ഗോൾ മണമുള്ള നീക്കങ്ങൾ നടത്തുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് സമ്മാനിക്കാനുണ്ടായിരുന്നത്. തുടക്കം മുതൽ തന്നെ അവർ നീക്കങ്ങൾ നടത്തി 6-ാമത്തെ മിനിറ്റിൽ തന്നെ ആ ഗോൾ പിറക്കുകയും ചെയ്തു. സഹതാരങ്ങൾ ക്രിസ്ത്യാനോക്ക് ബോൾ പാസ് ചെയ്യുന്നില്ലെന്നും പറഞ്ഞ് സഹതാരങ്ങളുടെ അക്കൗണ്ടിൽ പോയിട്ട് കമൻ്റിട്ട കുറേ സോക്കോൾഡ് ഫാൻസ് ഉണ്ട്. അവരുടെ മുഖത്തടിക്കുന്ന വിധമുള്ള നീക്കമാണ് തുടക്കത്തിൽ തന്നെ ജാവോ കൺസെലോയുടെ എണ്ണം പറഞ്ഞൊരു ക്രോസ്. ക്രിസ്ത്യാനോ മനോഹരമായിട്ട് വലയിലേക്ക് അടിച്ചങ്ങ് കയറ്റി. വാവ്, ക്രിസ്ത്യാനോ റൊണാൾഡോ ഓൺ, പോർച്ചുഗൽ ഓൺ. ആരാധകർ ആവേശത്തിലേക്ക്. ക്രിസ്ത്യാനോ ഗോൾ ആഘോഷിക്കുന്നു. സഹതാരങ്ങളും CR7 എല്ലാം കെട്ടിപ്പിടിച്ച് ആ ഒരു ആവേശം പങ്കുവെക്കുന്ന കാഴ്ച അതിലുണ്ടായിരുന്നു. ക്രിസ്ത്യാനോ ഈ ഗോൾ എത്രത്തോളം ആഗ്രഹിച്ചിരുന്നു എന്ന് ഒടുവിലൊരു സ്യൂ കൂടി അങ്ങ് ഇടുമ്പോൾ എല്ലാം പൂർണ്ണമായി എന്നർത്ഥം. വീണ്ടും നീക്കങ്ങളുമായിട്ട് പോർച്ചുഗൽ മുന്നേറുന്ന ഒരു കാഴ്ച. തീർച്ചയായിട്ടും ആധിപത്യം പോർച്ചുഗൽ പിടിക്കുമ്പോൾ തുടക്കത്തിൽ ഡിഫെൻഡ് ചെയ്ത് നിൽക്കാമെന്ന് ഉസ്ബെക്ക് കരുതിയോ എന്നൊരു സംശയം. ആ സംശയത്തിനൊടുവിലാണ് പെനാൽറ്റി ബോക്സിന് തൊട്ട് മുന്നിൽ വെച്ച് ഫൗള് സംഭവിക്കുന്നതും പോർച്ചുഗലിന് അനുകൂലമായിട്ട് റഫറി ഫ്രീ കിക്ക് വിധിക്കുന്നതും. ഫ്രീ കിക്ക് എടുക്കാൻ അവിടെ ക്രിസ്ത്യാനോ റൊണാൾഡോയും സജ്ജനായിരുന്നു. പക്ഷേ കൃത്യമായ തന്ത്രം. ന്യൂനോ മെൻഡസ് പന്ത് വലയിലേക്ക് അടിച്ച് കയറ്റുന്നൊരു കാഴ്ച. ഒരു ഗ്രൗണ്ടർ പോലുള്ളൊരു ഷോട്ട് വലയിലേക്ക് അങ്ങ് കയറുമ്പോൾ ആദ്യമായിട്ട് ആ ഗോൾ ആഘോഷിക്കുന്ന ക്രിസ്ത്യാനോയാണ്. ഇമ്മീഡിയറ്റായിട്ട് കൈ ഉയർത്തിക്കൊണ്ട് അദ്ദേഹം ആവേശം പങ്കുവെക്കുന്നു. ടീം സ്പിരിറ്റിൻ്റെ മൂർധന്യത നമുക്ക് കാണിച്ചു തന്ന നിമിഷങ്ങളാണ്. എന്നാൽ ഇതിന് ശേഷം, ഈ ഒരു ഗോളിന് ശേഷം ഉസ്ബെക്ക് ഗോൾ തിരിച്ചടിക്കാനുള്ള ശ്രമങ്ങൾ നടത്തി. മനോഹരമായിട്ട് നീക്കങ്ങൾ അവർ നടത്തി. അപ്പോൾ തുടക്കത്തിൽ എന്തിനാണ് അവർ ഓവർ ഡിഫൻസിലേക്ക് പോയതെന്നൊരു ചോദ്യമുണ്ട്. ഏതായാലും 31-ാമത്തെ മിനിറ്റിലൊരു വെടിച്ചില്ല് ഗോൾ അവർ വലയിലേക്ക് അടിച്ചിട്ടതാണ്. പക്ഷേ വാർ ചെക്ക് ചെയ്ത ശേഷം റഫറി ആ ഒരു ഗോളിന് തൊട്ട് മുമ്പ് ഒരു ഫൗള് സംഭവിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അത് റൂൾഡ് ഔട്ട് ആക്കുകയായിരുന്നു. പോർച്ചുഗൽ എന്തായാലും അതിലൊന്ന് ശ്രദ്ധിക്കണം. കൊളംബിയക്കെതിരേക്കുള്ള മത്സരത്തിൽ ലോങ് റേഞ്ച് ഷോട്ടുകളും മറ്റുമൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കിയേക്കാം എന്നൊരു സൂചന അവിടെയുണ്ട്. ഏതായാലും പോർച്ചുഗൽ വീണ്ടും മുന്നേറ്റങ്ങളൊക്കെ നടത്തി എതിരാളികളെ സമ്മർദ്ദത്തിലാക്കുന്ന കാഴ്ചക്ക് ആണ് പിന്നെ നമ്മൾ സാക്ഷ്യം വഹിക്കുന്നത്. അതായത് ഉസ്ബെക്ക് എങ്ങനെയും ആ 2 ഗോളുകളിൽ നിന്ന് ഒരു കടം വീട്ടണം എന്നുള്ള ശ്രമം. പക്ഷേ ഫൈനൽ തേർഡിൽ അവർക്ക് ആ മികവുണ്ടായിരുന്നില്ല. അത്തരമൊരു ഘട്ടത്തിലാണ് മനോഹരമായിട്ട് പന്ത് പിടിച്ച പോർച്ചുഗൽ ബ്രൂണോ ഫെർണാണ്ടസിലൂടെ പന്ത് മുന്നോട്ട് നീട്ടിക്കൊടുക്കുന്നത്. ക്രിസ്ത്യാനോ റൊണാൾഡോ ബോളും കൊണ്ട് ഓടിക്കയറുന്നു. ഗോൾ കീപ്പർ മുന്നിൽ നിൽക്കവേ വളരെ അനായാസം അദ്ദേഹം പന്ത് വലയിലേക്ക് അങ്ങ് ഉരുട്ടി വിടുന്ന കാഴ്ച. ഗോൾ കീപ്പർ അത് ക്ലോസ് ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് പോസ്റ്റിലേക്ക് വരാൻ ശ്രമിക്കുമ്പോഴാണ് CR7 വളരെ കാമായിട്ട് മറുഭാഗത്തെ പോസ്റ്റിലേക്ക് അദ്ദേഹം ബോൾ അങ്ങ് ഉരുട്ടി വിടുന്നു. ഒടുവിൽ 39-ാമത്തെ മിനിറ്റിൽ പോർച്ചുഗൽ 3-0 മുന്നിൽ. ആരാടാ പറഞ്ഞത് ബ്രൂണോയെ കയറ്റണം, അവൻ പാസ് കൊടുക്കുന്നില്ല എന്നൊക്കെ? കണ്ണു തുറന്ന് കണ്ടോ പോർച്ചുഗൽ ടീമിൻ്റെ മനോഹരമായിട്ടുള്ളൊരു ഗോള്. ഇടവേള സമയത്ത് മത്സരം 3-0 പോർച്ചുഗൽ മുന്നിലായിരുന്നു. രണ്ടാം പകുതിയിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും സബ്സ്റ്റിറ്റ്യൂഷനുകളിലേക്ക് പോയി ഉസ്ബെക്കിസ്ഥാൻ. കാരണം അവർക്ക് 2 ഗോളിൻ്റെ കടം വീട്ടാനുണ്ട്. പോർച്ചുഗൽ ആവട്ടെ ജാവോ കൺസെലോയ്ക്ക് പകരം സെമേഡോയെ കളത്തിലേക്ക് വിട്ടു. പെഡ്രോ നെറ്റയെ പിൻവലിച്ച് ഫ്രാൻസിസ്കോ കോൺസിസാവോയെ കൊണ്ടുവന്നു. കളി ഒന്നുകൂടി വേഗത്തിലാക്കാനുള്ള ശ്രമമാണ് പോർച്ചുഗൽ ഇവിടെ നടത്തിയത് എന്നുള്ളത് വ്യക്തമാണ്. പക്ഷേ
കമ്പാരിറ്റീവ്ലി സ്ലോ ആയിട്ടാണ് പോർച്ചുഗൽ കളിച്ചത്, അത് സമ്മതിക്കണം. ഇത് 5 ഗോളെന്ന് പറയുമ്പോഴും മറുഭാഗത്ത് ഫിഫ റാങ്കിങ്ങിൽ 54-ാം സ്ഥാനമുള്ള ഉസ്ബെക്കാണെന്നുള്ളത് നമ്മൾ മറക്കണ്ട. അപ്പം ഒരല്പം സ്ലോ ആയി പോയിരുന്നു പോർച്ചുഗലിൻ്റെ ചില നീക്കങ്ങളെങ്കിലും എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. എങ്കിലും അത്തരമൊരു സന്ദർഭത്തിലാണ് ആ ഒരു ഓൺ ഗോൾ പിറക്കുന്നത്. നമാറ്റോവിൻ്റെ ദേഹത്തുകൊണ്ട് അദ്ദേഹം അത് ക്ലിയർ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചാണ്, പക്ഷേ ദേഹത്തുകൊണ്ട് അത് ഉസ്ബെക്കിൻ്റെ വലയിലേക്ക് കയറി 60-ാമത്തെ മിനിറ്റിൽ പോർച്ചുഗൽ 4-0 മുന്നിലാവുന്നു. പിന്നീട് പോർച്ചുഗൽ വീണ്ടും മാറ്റങ്ങൾ വരുത്തുന്നു. ജാവോ ഫെലിക്സിന് പകരം ട്രിങ്കാവോയെ കൊണ്ടുവന്നു. പോർച്ചുഗലിനെ സംബന്ധിച്ചിടത്തോളം ക്രിസ്ത്യാനോയുടെ ഒരു ഹാട്രിക് ആരാധകർ ആഗ്രഹിച്ചിരുന്നു. 76-ാമത്തെ മിനിറ്റിൽ നെവസിന് പകരം ബെർണാഡോ സിൽവയെ കൊണ്ടുവന്നു. 83-ാമത്തെ മിനിറ്റിൽ വിറ്റിഞ്ഞയ്ക്ക് പകരം റാഫേൽ ലിയാവോ വന്നു. പിന്നീടാണ് റാഫേൽ ലിയാവോയുടെ ഗോള്. അദ്ദേഹത്തിൻ്റെ ഒരു വേഗത ടീമിന് ഗുണം ചെയ്യുന്ന കാഴ്ച നമ്മൾ പിന്നീട് കണ്ടു. അത്തരമൊരു ഘട്ടത്തിലാണ് ക്രിസ്ത്യാനോയെ ലക്ഷ്യമാക്കി വന്നൊരു ബോള്, പക്ഷേ അത് ഡിഫൻഡർ തടയാനൊക്കെയുള്ള ശ്രമം. പന്ത് റാഫേൽ ലിയാവോയുടെ വെടിച്ചില് ഷോട്ടാണ് എതിരാളികളുടെ വലയിലേക്ക് അങ്ങ് തുളച്ച് കയറുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അങ്ങനെ കളി അവസാനിക്കുമ്പോൾ 5-0 പോർച്ചുഗൽ മുന്നിൽ. അവസാന ഘട്ടത്തിലും ഗോളടിക്കാനുള്ള അവസരം ക്രിസ്ത്യാനോ റൊണാൾഡോയെ തേടി എത്തിയിട്ടുണ്ടായിരുന്നു. ഒരു ഹാട്രിക്കിനുള്ള അവസരം ഉണ്ടായിരുന്നു, പക്ഷേ സംഭവിച്ചില്ല. ഒരു കാര്യം വളരെ വ്യക്തമാണ്, പോർച്ചുഗലിന് ഈ കളി വേണമെങ്കിൽ ഇതിനേക്കാൾ വലിയ മാർജിനിൽ ജയിക്കാമായിരുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. കാരണം അത്രയധികം അവസരങ്ങളുണ്ടായിരുന്നു. ഒരു 8 ഗോളിൻ്റെ ഒക്കെ ഒരു മാർജിൻ വേണമെങ്കിൽ അവർക്ക് ഉണ്ടാക്കിയെടുക്കാമായിരുന്നു എന്നാണ് കളി കണ്ടപ്പോൾ തോന്നിയത്. എന്നാൽ 5-0 എന്നുള്ളതൊരു മോശം സ്കോർ ലൈൻ അല്ല, അങ്ങനെയല്ല നമ്മൾ പറഞ്ഞതിനർത്ഥം. എന്തായാലും CR7-ൽ നിന്ന് ഇരട്ട ഗോളുകൾ കണ്ടു എന്നുള്ളത് സന്തോഷം. ഒരല്പം കൂടി വേഗത്തിൽ കളിക്കേണ്ടതുണ്ട് പോർച്ചുഗൽ എന്നൊരു ഫീല് അതും വമ്പൻ ടീമുകൾക്കൊക്കെ എതിരെ കളിക്കുമ്പോൾ അതുണ്ടാകും എന്ന് തന്നെ കരുതാം. എന്തായാലും പോർച്ചുഗലിൻ്റെ ഗംഭീര വിജയം. ക്രിസ്ത്യാനോ പ്ലെയർ ഓഫ് ദി മാച്ച് ആവുന്നു. അദ്ദേഹം പറഞ്ഞ പോലെ അദ്ദേഹം തിരികെ എത്തിയിരിക്കുന്നു, പോർച്ചുഗൽ തിരികെ എത്തിയിരിക്കുന്നു. CR7-ൻ്റെ ആവേശം ഐ ആം ബാക്ക് ആരാധകരെ ആവേശത്തിൽ. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലക്സ് എടുത്താം.